ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുളത്തൂര് വല്യമ്മേരി വീട്ടിലാണ്. അവിടെ നിന്ന് നമ്മൾ തൂത്തുക്കുടിയിലോട്ട് പോവുകയാണ് അനിയത്തിയെ കാണാനായിട്ട്. വീണ്ടും പോവുകയാണ്, കാരണം അവിടെ അമ്മ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മേനെ തിരിച്ച് നമുക്ക് ഇനി വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അവളെയും കാണണം. കുഞ്ഞായനെ കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ അവൻ നമ്മളെ ഓർക്കുന്നുണ്ടോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പം അവനെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെയും കൂടി കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങണം. അന്ന് നമുക്ക് കറങ്ങാനൊന്നും പറ്റിയില്ല. അന്ന് പോയതുടനെ തിരിച്ചു വന്നുകൊണ്ട് നമ്മളെന്താണ് കറങ്ങണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ വണ്ടിയിലോട്ട് നമ്മൾ കയറി. അപ്പം നമ്മളെ പറഞ്ഞു വിടാനായിട്ട് വലിയച്ഛനും വലിയമ്മയും എൻ്റെ അമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ അടുത്ത് പോകാനായിട്ട് വിഷയമാണ്. അത് കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ വരാൻ കാരണം തലേ ദിവസം ഉത്സവമായിരുന്നു. അപ്പം ഉത്സവം തീരുന്ന ദിവസം ആവുകൊണ്ട് വലിയച്ഛൻ്റെയും വലിയമ്മേൻ്റെ വീട്ടിലാണ് നമ്മൾ ആ നൈറ്റ് നിന്നത്. അപ്പം നേരെ ഉത്സവം കഴിഞ്ഞുകൊണ്ട് നേരെ നമ്മൾ തൂത്തുക്കുടി പോകാനുള്ള പ്ലാനിലാണ് അങ്ങോട്ട് പോയത്. തൂത്തുക്കുടി ചെന്ന് നമ്മൾ 2 ദിവസം സ്റ്റേക്ക് വേണ്ടിയാണ് പോകുന്നത്. കാരണം അന്ന് ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ടുള്ള പരിപാടിയിൽ പോവുകയാണ്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ അന്ന് നമ്മൾ പോയപ്പോൾ ഭയങ്കര ഭയങ്കര തണുപ്പാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല, നോർമലാണ്. അതേപോലെ കുഞ്ഞ് അപ്പോഴേ തന്നെ ഉറങ്ങിപ്പോയി. 4 മണിക്ക് എഴുന്നേറ്റ് കണ്ട് അവൻ ഉറങ്ങിപ്പോയി. അപ്പോൾ കുറച്ച് ദൂരം കടക്കട്ടെന്ന് വിചാരിച്ചു. ഒന്ന് ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയൊക്കെ നമ്മൾ നിൽക്കുകയാണ്. എവിടെയെങ്കിലും ഇറങ്ങി ഒന്ന് ചായ കുടിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ചെറിയൊരു തട്ടുകട നമ്മളവിടെ കണ്ടത്. അപ്പോൾ നമ്മളെന്താണ് അവിടെ കയറി ചായ കുടിക്കാൻ തീരുമാനിച്ചു. ഒരു അപ്പൂപ്പനാണ് നടത്തുന്ന ആ ഒരു കട, വേറെ ആരുമില്ല. പക്ഷെ രാവിലെ തന്നെ അവിടുത്തെ സമൂസ കണ്ടപ്പോഴത്തേക്ക് വായിൽ വെള്ളം മുറി. കാരണം ഇന്നത്തെ തന്നെ ചോദിച്ചപ്പോഴത്തേക്കും ഇന്ന് രാവിലെ അവർ ഇടുന്നതാണെന്ന് പറഞ്ഞ് പിടിച്ച് നോക്കിയപ്പോഴേ അറിയാം നല്ല ചൂടുണ്ട്, നല്ല അടിപൊളി സമൂസ. ഒരു സമൂസ വാങ്ങിച്ച് നമ്മളെല്ലാം അവിടെ കഴിച്ചു. പിന്നെ ഇതൊക്കെ ഒന്ന് കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആയതുകൊണ്ട് അതിനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് അതിമനോഹരമായുള്ള ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പോയപ്പോഴാണ് നമുക്കുള്ള 8ൻ്റെ പണിയായിട്ട് ടോൾ അവിടെ നിൽക്കുന്നത്. ടോളിൽ എനിക്ക് തോന്നുന്നു ഒരു 110-200 രൂപയൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്കുള്ള ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മളിൽ പറയണം അവിടെ ഫാസ്റ്റ് ടാഗ് ഉണ്ടായിരുന്നു. നമ്മുടെ കാറിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മുടെ കാറിൽ മുമ്പ് യൂസ് ചെയ്യുന്ന ആളുടെ കയ്യിൽ ഈ ഫാസ്റ്റ് ടാഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പൈസ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് ഇവിടെ വന്നതും അത് ഓപ്പണായി. അത് നമുക്ക് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഓപ്പൺ ആയതുകൊണ്ട് നമ്മളിനി ഒരുപാട് പൈസ പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അന്നും നമുക്ക് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ പൈസ തീർന്നോ നല്ലതായിട്ടുള്ളൊരു ടെൻഷനിലായിരുന്നു. അങ്ങനെ നമ്മളെന്താണ് അപ്പോൾ കൂടുതലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ടോളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നവർ ഇതേപോലെ ഇതിനുള്ള റൂൾസൊക്കെ നോക്കിയിട്ട് അതിനുള്ള എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കിയിട്ട് ഫാസ്റ്റ് ടാഗ് ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇടത് സൈഡിൽ ഒരു തീ, അത് ശക്തമായിട്ടുള്ള തീ കണ്ടത്. തീ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വിചാരിച്ച ഏതോ ലൈറ്റ് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായത് തീയാണ്. അവിടെ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ വാഹനങ്ങളും അവിടെ കിടപ്പുണ്ടായിരുന്നു അത് അണയ്ക്കാനായിട്ട്. അത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയാം. ഏകദേശം രാവിലെ ആയിട്ടുണ്ട്. പക്ഷെ തീയുടെ കത്തൽ അവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്ന് അവിടെ നമ്മൾ വണ്ടി ഒതുക്കിയിട്ടൊക്കെ നോക്കി. പക്ഷേ കുറേ ദൂരെയാണ്. നമുക്ക് ഈ കാണുമ്പോൾ തീ ഉള്ളത് കൊണ്ടാണ് ആ പ്രകാശം നമുക്ക് അടിക്കുന്നത്, അതായത് നമുക്ക് കാണത്തില്ല. ഒരുപാട് ദൂരെയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്ത് നല്ലൊരു രസമുള്ളൊരു കാഴ്ചയും ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ സ്ഥലത്തും നമുക്ക് ഇറങ്ങി നിൽക്കാൻ തോന്നി. കാരണം നല്ല മനോഹരമായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതിമനോഹരമായിട്ടുള്ള ഓരോരോ മരങ്ങളാണെങ്കിലും മലകളാണെങ്കിലും ഓരോ കൃഷിയിടങ്ങളാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സുഖകരമായിട്ടുള്ള ആ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറൊരു കാഴ്ച ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കാണാത്ത ഒരു കാഴ്ചയാണ് കാറ്റാടി എന്തെങ്കിലും. കാരണം ഈ 2 സൈഡിലും പാറക്കെട്ടുകളുണ്ട്. നല്ല കാറ്റും കൂടിയാണ്. കാറ്റെന്ന് വെച്ചാൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അത് ആ പാറ ഫുള്ള്, അതായത് ഒരു ഇങ്ങനെ പോയി എണ്ണാൻ തന്നെ പറ്റത്തില്ല. ഒരു പാറ ഫുള്ള് കാറ്റാടി യന്ത്രങ്ങളാണ്. ഫുള്ള് മൊത്തം ഇതാണ് പാറക്കെട്ടും മലകളും ഒക്കെയാണ്. അതിശക്തമായിട്ടുള്ള കാറ്റിൽ തന്നെ ഈ കാറ്റാടി യന്ത്രങ്ങൾ കറങ്ങുന്ന കാണാനും രാവിലെയുള്ള അതിന്റെ വൈബ് കാണാൻ നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ അവിടെയൊന്നും കാണാൻ പറ്റാത്ത ഒരു കാഴ്ച തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അങ്ങനെ ഈ യന്ത്രത്തിനെ കണ്ടപ്പോഴത്തേക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ തോന്നി. ഒരുപാട് ദൂരം നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വലുപ്പം കാണുന്നത്. നേരിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നേരിട്ടെന്ന് വെച്ചാൽ തൊട്ടടുത്ത് നിന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനൊന്നും നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മുടെ യാത്ര മുമ്പോട്ട് തന്നെ പോയി.
അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല വിശപ്പുണ്ട്, ഏകദേശം ഒരു 8-8:30 മണിയായിട്ടുണ്ട്. എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കണ്ടിരുന്നെങ്കിൽ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് നമ്മൾ ഹോട്ടൽ അന്വേഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവം ഉണ്ടായി. ഒരു പറ്റ ആട്ടുംപറ്റങ്ങൾ എന്താണ് അതുവഴി പോകുന്നുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആദിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത് ഏതെങ്കിലും നല്ല ഹോട്ടൽ നോക്കിയപ്പോഴാണ് നമ്മളൊരു ഹോട്ടൽ അവിടെ കണ്ടെത്തിയത്. നമ്മൾ പതുക്കെ അവിടെ ഇറങ്ങി. ഹോട്ടലിൻ്റെ പേര് എന്താണെന്ന് നമുക്ക് മുമ്പോട്ട് പോയിട്ട് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ആദ്യമേ മലയാളം പാട്ട് കേട്ടപ്പോൾ മലയാളി ഹോട്ടൽ എന്ന് വിചാരിച്ചിട്ടാണ് ചാടി കയറിയത്. പിന്നെയാണ് മനസ്സിലായല്ല തമിഴരുടെ ഹോട്ടൽ തന്നെയാണ്. അത് മാത്രമല്ല അവിടെ ആദ്യമേ തന്നെ ഒരു അക്വേറിയം ഉണ്ട്. ആ അക്വേറിയത്തിൽ പലതരത്തിലുള്ള മീനുകൾ പോകുന്ന കാണാം. എല്ലാവരും അവിടെ വരുന്നവരെല്ലാവരും ആദ്യമേ ആകർഷിക്കുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇത് ആകർഷിച്ച ശേഷം അപ്പം ഇത് കാണുമ്പോ തന്നെ ആദിക്കെന്ന് വെച്ചാൽ ഭയങ്കര തുള്ളലും പോകണം. കാരണം നമുക്ക് ഈ കൈ എത്തി പിടിക്കാന്നുള്ള കണക്കാണ് കിടക്കുന്നത്. കാരണം ഈ നമ്മളെ ഫുഡൊക്കെ കൊണ്ടുവന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ കൈ കയറിയിരുന്ന് കഴിക്കും. ആ രീതിയിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നതെല്ലാം നല്ല വൃത്തിയാണ്. നമ്മളിത് ഒന്ന് നോക്കി ആദ്യം ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ അവർ തന്നെ ഫുഡ് കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ കൈ ഇട്ടില്ല, അല്ലാതെ തറയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫുഡ് കൊടുക്കുകയാണ് ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കോഴിക്കാർപ്പാണ്, നല്ല രസമായിരുന്നു. ഫുള്ള് നല്ല കളർഫുള്ള്. ആ ഫുഡ് അവർ കൊടുക്കുകയാണ്. അവർ നമുക്കും തന്നായിരുന്നു ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കൈയൊക്കെ കഴുകി കുറച്ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യമേ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ എന്താണ് പൊങ്കലും ദോശയും മാത്രം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പൊങ്കൽ നമ്മളിതിനെ കഴിച്ചിട്ടില്ല. അപ്പം രാവിലെ നമ്മൾ കഴിച്ച ഓക്കെ ആണോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ പൊങ്കൽ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ആദ്യം പൂരി വാങ്ങാമെന്ന് വെച്ചാൽ അവിടെ പൂരി ഓക്കെ ആയി. പൂരി വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഓക്കെ പൂരി പറഞ്ഞു. കാരണം പൂരി ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തെയും ടേസ്റ്റ് ഒരേപോലെ ആയിരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ അപ്പൊ നമ്മള് പൂരി ഓർഡർ ചെയ്തിട്ട് പൂരിക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ ഫ്രണ്ടിലാണ് ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. വിവിധ തരം ഈ എന്താണ് പേര്, പഴംപൊരി, ഉഴുന്നുവട, അതൊക്കെ മുകളിൽ വെച്ചിരുന്നു. അതിൻ്റെ അടിയിൽ മൈസൂർ പാക്ക്, അങ്ങനെ കേക്ക്, പല പല കേക്കുകൾ ഐറ്റംസ്. അങ്ങനെ അതിനിടയിൽ നോക്കിയിരുന്ന സമയത്ത് നമുക്കത് ആ പൂരി സെറ്റ് വന്നിട്ടുണ്ട്. നമ്മളവിടുത്തെ കണക്ക് തന്നെയാണ് കറികളൊക്കെ. പൂരിയും കറിയും ഉള്ളത്തിൻ കറിയും ചമ്മന്തി കറിയും എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീണ്ടും ഫോണിൻ്റെ വെയിട്ടുകൊണ്ടിരിക്കണം. കാരണം നല്ല സ്പീഡ് പൊയ്ക്കൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഈ വെയിൽ ഉറയ്ക്കുന്ന മുമ്പ് നമുക്ക് ഏതാണ്ട് അങ്ങ് എത്തി കിട്ടണം. അതിനു വേണ്ടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്പീഡ് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചത് കോസ്റ്റ് ഗാർഡിൻ്റെ പ്ലേസ് ആണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലാണ്. അപ്പം നമ്മൾ അവിടെ ചെല്ലുന്നതിന് മുമ്പേ നമ്മൾ അനിയത്തെ ഇൻഫോം ചെയ്തു. കാരണം അവർക്ക് മാത്രമേ അവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അകത്ത് കയറ്റാൻ പറ്റുള്ളൂ. അവിടെ ID കാർഡ് ഉണ്ടെങ്കിൽ കയറാൻ പറ്റുള്ളൂ. പുറത്ത് അങ്ങനെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിനൊക്കെ അവിടെ അടുത്ത് നമ്മൾ എത്താറായി എന്നുള്ള റെഡിയായി നിൽക്കാൻ പറയുകയായിരുന്നു. ആ ഇടയ്ക്ക് കണ്ട കാഴ്ചയാണ് പെട്ടെന്ന് ഒരു മലയുടെ മുകളിലൊരു ആടിൻ്റെ അക്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പം നേരെ നമ്മളവരെ ആ ഒരു റോഡിൽ കയറിയിട്ടുണ്ട്. അവരെ നേരെ ഇനി നമ്മൾ അനിയത്തി വിളിച്ചിട്ടുണ്ട്. അനിയത്തി ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ നേരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇവരെ മെയിൻ ഗേറ്റിന്റെ അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അവിടെ വന്ന് പാസ് കാണിച്ചാലേ നമുക്ക് അകത്ത് കയറത്തുള്ളൂ.
അങ്ങനെ നമ്മൾ ആദ്യമേ വെൽക്കം ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇന്ത്യൻ കോസ്റ്ററിൻ്റെ വലിയ ഗേറ്റാണ്. നമ്മൾ അവിടെ പോയി നിന്നു. അവിടെ പോയി നിന്നപ്പോഴത്തേക്കും കാരണം അവൾ വന്നിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ സൈഡിൽ പാർക്ക് ചെയ്തു. ആ സെക്യൂരിറ്റിക്കൊക്കെ ടോട്ടൽ കൺഫ്യൂഷൻ ആയാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാറ് വന്നു അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണെന്നൊന്നും അറിയാതെ അവരിടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് ദൂരെ നിന്ന് അവളെ ഇൻഫോം ചെയ്തപ്പോൾ അവൾ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. എന്നാലും ചിലപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് ചോദിക്കുമല്ലോ എന്താണ് കാര്യമെന്ന്. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നു. അവൾ ഇതുവരെ വരാത്തോണ്ട് നിന്നു. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ നല്ലൊരു ഗ്രാമഭംഗിയൊന്നുമില്ല. അത്രയും മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അവൾ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗേറ്റ് തുറന്നു തന്നു. അവളെയും കയറ്റി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കണ്ടല്ലോ, നിറയെ മരങ്ങളും ഫുൾ മരങ്ങളെന്ന് വെച്ചാൽ അതെല്ലാം വേപ്പാണ്. അപ്പോൾ നേരെ എവിടെ ക്വാർട്ടേഴ്സിലോട്ടാണ് പോകുന്നത്. നമ്മുടെ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നു. എനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വിഷമം എന്ന് വെച്ചാൽ മോൻ നമ്മളെ തിരിച്ചറിയുമോ, അവനെ നമ്മളെ അടുത്ത് ഇഷ്ടമാണോ, അവൻ നമ്മളെ മറന്നോ ഒന്നും അറിയാൻ വയ്യ. കുഞ്ഞാവൻ നമ്മളടുത്ത് നിന്നിട്ട് മാറിപ്പോയതാണ്. അപ്പോൾ എന്താണ് അവൻ്റെ ഒരു പെർഫോമൻസ് എന്താണെന്ന് ഉള്ള ഒരു ഫുൾ വെയിറ്റിങ്ങിലാണ് നമ്മളവിടെ. നമ്മൾ വണ്ടി കണ്ട് ആദ്യം കാണുമ്പോഴേ അവന് ഫുൾ ജീവൻ വരും. അപ്പോൾ അവിടെ നമ്മളെ കണ്ടപ്പോഴേ അവൻ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷം തോന്നി ആദ്യം കണ്ടപ്പോൾ. അങ്ങനെ അവിടെ നിന്ന് അമ്മ മോനെ കൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് അവളുടെ ക്വാർട്ടേഴ്സ്. ഫസ്റ്റ് അവളുടെ ക്വാർട്ടറാണ് ഈ സെക്ഷനിൽ. ഫസ്റ്റ് അവളുടെ ക്വാർട്ടറാണുള്ളത്. അപ്പോൾ മോൻ നമ്മളെ കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞ പോലെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യാണ്. ഓടിച്ചെന്ന് ഞാൻ വിചാരിച്ചു ശരി ചമ്മി നാറോന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെന്നത്. എൻ്റെ കൊച്ചു ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവൻ എല്ലാവരും അറിഞ്ഞു. അവന് വണ്ടിയിൽ കയറാനാണ്, എൻ്റെക്കാളും വണ്ടിയിലൊന്ന് കയറി ഒന്ന് ട്രിപ്പ് ചെയ്യാനായിരുന്നു അവൻ്റെ ആഗ്രഹം. ആ സമയത്ത് തന്നെ ആദ്യം ഓടി അച്ചാമ്മയുടെ അടുത്ത് നിന്ന് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. മോന് പെട്ടെന്ന് തന്നെ ആ വണ്ടിയിൽ കയറാനുള്ള ഒരു ആഗ്രഹത്തിലാണ് കുഞ്ഞാവ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടിയിൽ കയറണം എന്ന രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ആ വണ്ടി ഒതുക്കിയതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സൈഡ് മാറ്റി ഒതുക്കിയിട്ട് ഓടി വരികയാണ്. ഇവൻ എൻ്റെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആ കണ്ടവൻ ചാടി അങ്ങ് വീണ് നമ്മൾ രണ്ടുപേരും എടുത്തു വെച്ച് അവൻ അന്നേരം തന്നെ കാറിനകത്ത് കയറണം. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഇവര് ആദ്യമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പൊ ആദ്യമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇത്രയും ദിവസം കൊച്ച് എന്നെ വേറെ കളിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അവനെ ഭയങ്കര വിഷമായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ആദ്യനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ പകുതി ജീവൻ വീണു. അപ്പം അവന് പുതുതായിട്ട് വാങ്ങിച്ച വണ്ടിയാണ്. അപ്പം അത് ആദ്യം തന്നെ തള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യക്ക് തള്ളാനൊന്നും അറിയത്തില്ല, എന്നാൽ കൂടെയും ആദ്യം തന്നെ തള്ളുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ആദ്യക്കാണെങ്കിൽ ആ വണ്ടി കണ്ടപ്പോഴത്തേക്കും ഒന്ന് കയറി ഇരിക്കണം, കുഞ്ഞാവിനെ തള്ളിക്കൊണ്ട് പോകണം, അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹമായിരുന്നു. എങ്ങനെയെങ്കിലും ആ വണ്ടി പണിഞ്ഞോളാൻ വയ്യാതെയാണ് ആദ്യം നിന്നത്. അപ്പം ആദ്യക്ക് എന്തോ ഒരു പുതിയ ലോകം കിട്ടിയ പോലെ ആദ്യം കിടന്ന് ഇത് ചെയ്യുന്നു. പിന്നെ നമുക്കൊരു പേടി, കുഞ്ഞല്ലേ അവൻ, അതുകൊണ്ട് നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പോൾ എല്ലാവർക്കും എന്തോ ഒരു സന്തോഷം. പിന്നെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ വളരെയധികം നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്ലൈമറ്റാണ്. ഫുൾ മരങ്ങൾ. നമ്മൾ വന്നിട്ട് ഇതുവരെ മയിലിനെ കണ്ടില്ലാത്തതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടായിരുന്നു. കാരണം അന്ന് വന്നപ്പോൾ ഫുൾ മയിലായിരുന്നു. ഇപ്പം മയിലിനെ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു എന്തായാലും വരും, മയിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ അവൾ നമുക്ക് വേണ്ടി നെയ്യപ്പമൊക്കെ ഉണ്ടാക്കിയായിരുന്നു സ്പെഷ്യലായിട്ട്. അപ്പോൾ ആ നെയ്യപ്പമൊക്കെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ ആ ദിവസം അങ്ങനെ ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇനി സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, മയിലിൻ്റെ കാര്യങ്ങളും കുറെ കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ